ഇന്നത്തെ നമ്മുടെ മുഖ്യ പ്രഭാഷകനായി ക്ഷണിച്ചിരിക്കുന്നത് നമ്മുടെ സഭാംഗവും നമുക്കൊക്കെ പ്രിയങ്കരനുമായ ബഹുമാനപ്പെട്ട മാത്യു ടി തോമസ് MLA ആണ്. അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ അദ്ദേഹം മുൻ മന്ത്രി ആണ്. ഒരു വട്ടമല്ല, 2 വട്ടം അദ്ദേഹം മന്ത്രിയായി. മന്ത്രി 2 വട്ടം ആയപ്പോൾ അദ്ദേഹം അവിടെ കടിച്ചു തൂങ്ങിയിരുന്നില്ല. എനിക്കതാണ് അദ്ദേഹത്തിനോടുള്ള ഏറ്റവും വലിയ ഇഷ്ടം. പാർട്ടി ഓരോ നിലപാട് എടുക്കുമ്പോൾ യാതൊരു മടിയും കൂടാതെ അധികാരങ്ങളിൽ അള്ളിപ്പിടിച്ചിരിക്കാതെ രാജിവെച്ച് പുറത്തുപോയ ഒരു വ്യക്തിയാണ്. ഇന്നത്തെ രാഷ്ട്രീയ കാലഘട്ടത്തില് കുൽസിത മാർഗങ്ങളിലൂടെ അധികാര കസേരയില് അവിടെ ഉറച്ചിരിക്കാൻ ശ്രമിക്കാതെ പാർട്ടി തീരുമാനങ്ങളും നിലപാടുകളും വരുമ്പോൾ രാജിവെച്ച് പുറത്തു പോകുക എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ അത്ര സംഭവ്യമല്ല. എന്നാൽ അത് ചെയ്ത വ്യക്തിയാണ് ബഹുമാനപ്പെട്ട മാത്യു ടി തോമസ് അവറുകള്. സാറിനെ പറ്റി പറയുമ്പോൾ ഗതാഗത വകുപ്പും ജലസേചന വകുപ്പുമായിരുന്നു പ്രധാനമായിട്ട് കൈകാര്യം ചെയ്ത. മറ്റു പല വകുപ്പുകളുണ്ട്. കാര്യം അത് മന്ത്രിമാരെ പറ്റി നമ്മള് പഠിക്കുമ്പോൾ നമുക്കറിയാം, ഒരു മന്ത്രിക്കൊക്കെ 6-7 വകുപ്പുകളൊക്കെ കൊടുക്കും. പക്ഷെ നമ്മൾ അതിലെ മുഖ്യമായ ചില വകുപ്പുകളെ നമ്മുടെ കണ്ണിൽ ശ്രദ്ധയിൽപ്പെടുകയുള്ളൂ. അങ്ങനെ 2 ടേമില് മന്ത്രിയായിട്ടിരിക്കുകയും 2 ടേമിലും രാജിവെച്ച് ഇറങ്ങിപ്പോരുകയും ചെയ്ത വ്യക്തിയാണ്. അതുപോലെ 5 തവണ 1987 MLA ആയി, 2006, 2011, 2016, 2021 5 തവണ തിരുവല്ലയിൽ നിന്ന് നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ്. അതിൽ 1987 MLA ആകുമ്പോൾ അദ്ദേഹത്തിന് 25 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. എന്റെ ഒരു മനസ്സിലാക്കൽ അനുസരിച്ച് കേരള നിയമസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ MLA ആയിരുന്നു അദ്ദേഹം. ആ റെക്കോർഡ് ഇതുവരെ ആർക്കും ഭേദിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹവും സഭയുമായിട്ടുള്ള ബന്ധം പറയുമ്പോൾ മാർത്തോമാ സഭയുടെ മുൻ കൗൺസിൽ അംഗമായിരുന്നു. അനവധി കമ്മിറ്റികളിൽ, എപ്പിസ്കോപ്പൽ നോമിനേഷൻ ബോർഡ് ഉൾപ്പെടെ അനവധി കമ്മിറ്റികളിൽ അദ്ദേഹം അംഗമായിട്ട് സഭയ്ക്ക് വേണ്ടി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പിതാവ് മാർത്തോമാ സഭയിലെ ഒരു പട്ടക്കാരനാണ്. പലരും പറയുന്നത് അദ്ദേഹം പട്ടക്കാരന്റെ മകനായതുകൊണ്ടാ ഇപ്പോഴും ഈ ആദർശം നിലനിർത്തി പോകുന്നത് എന്ന് വിശ്വസിക്കുന്നതും പറയുന്നത് കൊണ്ട് ഞാൻ ആ ഒരു പട്ടക്കാരനെ മാനിക്കുകയാണ്. അങ്ങനെ ഒരു മകനെ വളർത്തി സംസ്ഥാനത്തിനും ദേശത്തിനും നൽകിയതിനായിട്ട് വളരെയധികം സന്തോഷത്തോടുകൂടി ആ പിതാവിനെ മാനിക്കുന്നു. ഈ അടുത്ത ദിവസമാണ് അദ്ദേഹത്തിന്റെ പിതാവ് പൗരോഹിത്യ ശുശ്രൂഷയിൽ പ്രവേശിച്ചിട്ട് 70 വർഷം പൂർത്തിയാക്കിയത്. ടി തോമസ് അച്ഛനാണ് അദ്ദേഹത്തിന്റെ പിതാവ്. അദ്ദേഹം പല ഇടവകയിലും, പ്രത്യേകിച്ച് ഞങ്ങള് ബോംബെ സാന്റാക്രൂസ് ഇടവകയിലൊക്കെ വികാരിയായിട്ടിരുന്ന വ്യക്തിയാണ്. അപ്പം അങ്ങനെ ഒരു നല്ല പിതാവിന്റെ നല്ല പുത്രനായിട്ട് സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ ഉടമയായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് ബഹുമാനപ്പെട്ട മാത്യു ടി തോമസ് സാറ്. അദ്ദേഹം തിരുവല്ല മാർത്തോമാ കോളേജിൽ നിന്നാണ് ഡിഗ്രി, അത് സയൻസ് സബ്ജക്റ്റ് ആയിരുന്നു, BSc ആയിരുന്നു പാസ്സായത്. അത് കഴിഞ്ഞിട്ട് തിരുവനന്തപുരം ലോ കോളേജിൽ നിന്ന് LLB പാസ്സായിട്ട് കേരള വിദ്യാർത്ഥി ജനതയിലൂടെയാണ് രാഷ്ട്രീയത്തിൽ വരുന്നത്. അടിയന്തരാവസ്ഥയുടെ കാലഘട്ടത്തില് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുവാൻ അദ്ദേഹത്തിന് ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത പ്രേരിപ്പിച്ചു. അതിലൂടെ ഇന്ന് അദ്ദേഹം ജനതാദൾ സെക്കുലർ പ്രസ്ഥാനത്തിന്റെ അധ്യക്ഷനും നിയമസഭാ കക്ഷി നേതാവുമാണ്. വീണ്ടും ഒരു വട്ടം കൂടെ ഞാൻ അദ്ദേഹത്തിൽ കാണുന്ന ഒരു മഹത്വം, അദ്ദേഹം സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ ആളാണ്. അങ്ങനെയുള്ളവരെ കിട്ടുവാൻ ഇന്ന് വലിയ ബുദ്ധിമുട്ടാണ്. അടുത്ത സമയത്ത് അന്തരിച്ച കേരളത്തിന്റെ പ്രിയങ്കരനായ മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ ഒരു ഇഷ്ട സുഹൃത്തായിരുന്നു അദ്ദേഹം. പലപ്പോഴും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. പല ഫയലുകളും മറ്റു ഫയലുകളും നോക്കുവാനായിട്ട് VS അച്യുതാനന്ദൻ ബഹുമാനപ്പെട്ട മാത്യു ടി തോമസ് സാറിനെ വിളിച്ച് ഓഫീസിൽ ഇരുത്തി ഫയല് നോക്കിക്കുകയും അഭിപ്രായം ആരായുകയും ചെയ്യുമായിരുന്നു ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു വ്യക്തി. അതേ സമയത്ത് തന്നെ അദ്ദേഹം നല്ലൊരു പ്രഭാഷകനാണ്. ഞങ്ങൾ കുറെ വിഷയങ്ങൾ ഇരുന്ന് ചർച്ച ചെയ്തതിന് ശേഷമാണ് ഇന്നത്തെ ഈ വിഷയം സെലക്ട് ചെയ്തത്. ബഹുമാനപ്പെട്ട മാത്യു ടി തോമസ് MLA മുഖ്യ പ്രഭാഷണം നടത്തുവാനായിട്ട് ലൈറ്റർ ടു ലൈറ്റൻ മാർത്തോമാ സ്റ്റഡി ഫോറത്തിന്റെ പേരിൽ സ്വാഗതം ചെയ്തുകൊള്ളു. പ്രിയപ്പെട്ട വിൽസൺ സാറ്, അഭിനന്ദ തിരുമേനി, ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എന്റെ നമസ്കാരം. ലൈറ്റ് ടു ലൈറ്റന്റെ വെബിനാറിൽ പലപ്പോഴും ഞാൻ പ്രവേശിക്കുകയും ചർച്ചകൾ കേൾക്കുകയും
കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ്. പല പ്രാവശ്യമായിട്ട് എന്നെ ഒരു പ്രഭാഷണത്തിന് വേണ്ടി ക്ഷണിക്കുന്നു. എനിക്ക് 2-3 കാരണങ്ങൾ കൊണ്ട് ഞാൻ അത് ക്ഷണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. ഒന്ന്, ഞാനൊരു വലിയ പ്രാസംഗികനല്ല, പ്രഭാഷകനല്ല. ലൈറ്റ് ടു ലൈറ്റിൽ നടക്കുന്ന ചർച്ചകളുടെ ഒരു ദാർശനിക ഭാവത്തിൽ നിന്ന് സംസാരിക്കാൻ എനിക്ക് ശേഷി പോരാ. എന്നാലും ഒരു വിഷയം തെരഞ്ഞെടുത്ത് അതിൽ സംസാരിക്കണമെന്ന് നിർബന്ധപൂർവം ആവർത്തിച്ചുള്ള അഭ്യർത്ഥനയോ പ്രതികരിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഈ വിഷയത്തിൽ സംസാരിക്കാമെന്ന് ഞാൻ സമ്മതം നൽകിയത്. ആദ്യമേ ഈ 5 വർഷക്കാലം ഇത് ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഠിന പ്രയത്നം ചെയ്ത വിൽസൺ സാറിനെയും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ, അഡ്മിൻ പാനലിൽ എല്ലാവരെയും ഞാൻ എന്റെ അനുമോദനം അറിയിക്കട്ടെ. വളരെ കാലിക പ്രസക്തമായ വിഷയങ്ങളാണ് ഓരോ വെബിനാറിലും ചർച്ച ചെയ്യുന്നത് എന്നത് നന്നായി ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ ഇന്നത്തെ പ്രഭാഷണത്തിന് സംസാരിക്കണം എന്ന് ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും, എല്ലാ കാര്യങ്ങളും ഇല്ല, പല കാര്യങ്ങളും അഭിനന്ദ യൂലോസ് തിരുമേനിയുടെ പ്രസംഗത്തിൽ വന്നു കഴിഞ്ഞു. ആവർത്തന വിരസത ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് അതിലേക്ക് ഞാൻ അധികം കടക്കുന്നില്ല. പ്രത്യേകിച്ച് മതേതരത്വവും മതവിശ്വാസങ്ങളും എന്ന വിഷയത്തെ അധികരിച്ചൊരു ദാർശനിക തലത്തിലുള്ള ഒരു പ്രഭാഷണമാണ് അഭിനന്ദ മെത്രാപ്പൊലീത്ത തിരുമേനിയുടെ നിർവഹിച്ചത്. അപ്പോ അത്തരത്തിൽ ഞാൻ അവതരിപ്പിക്കണം എന്ന് ആഗ്രഹിച്ച് ക്രമീകരിച്ചിരുന്ന പ്രസംഗത്തിൽ നിന്ന് അത്തരം കാര്യങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് സമകാലിക യാഥാർത്ഥ്യങ്ങളുമായി പൊരുത്തപ്പെടുന്ന ചില വിഷയങ്ങൾ, പ്രത്യേകിച്ച് ഇന്ത്യയിലെ സാഹചര്യത്തിൽ സഭാ ജീവിതത്തിലടക്കം ഇന്ന് കാണുന്ന അപകടകരമായ ചില പ്രവണതകൾ ചൂണ്ടിക്കാണിക്കാനും അവയുടെ പരിഹാരത്തെ സംബന്ധിച്ച് ഒരു നിർദ്ദേശം നിങ്ങളുടെ ഭാഗത്തേക്ക് വിട്ടുതരാനും ആലോചിക്കുകയാണ് പ്രധാനമായി ഞാൻ ചെയ്യുന്നത്. അപ്പൊ ഞാൻ പ്രധാനമായും ഈ ഉദ്ഘാടന പ്രസംഗം നടന്നപ്പോ ഞാൻ തയ്യാറാക്കി വെച്ചിരുന്ന പ്രസംഗ കുറിപ്പ് ഒന്ന് റീഅറേഞ്ച് ചെയ്യാനുള്ള ശ്രമത്തിലായിരുന്നു. അത് ചെയ്യാതിരിക്കാൻ കഴിയില്ല, കാരണം പ്രധാനപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം അഭിനന്ദ തിരുമേനി സൂചിപ്പിച്ചു കഴിഞ്ഞു. ഈ വിഷയം ഞാൻ ചർച്ച ചെയ്യാൻ ഇഷ്ടപ്പെടാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം, വളരെ അപകടകരമായ രൂപത്തിൽ ഇന്ത്യയിലെ മതേതരത്വത്തിന് നേരെ വെല്ലുവിളികൾ ഉയർന്നുകൊണ്ടിരിക്കുക. അതിന്റെ രാഷ്ട്രീയ മാനങ്ങളെ സംബന്ധിച്ച് ഞാൻ സംസാരിക്കാം. ഞാൻ പറയുമ്പോൾ തീർച്ചയായും എന്റെ അടിയുറച്ച രാഷ്ട്രീയ ബോധ്യത്തിന്റെ ചില പ്രതിഫലനങ്ങൾ ഉണ്ടായി എന്ന് വന്നേക്കാം. അതിനോട് യോജിക്കാത്തവർക്ക് യോജിക്കാതിരിക്കാം. പക്ഷേ നിഷ്പക്ഷൻ എന്ന ഒരു ബഹുമതി കിട്ടാൻ വേണ്ടി ബോധ്യമുള്ള കാര്യങ്ങൾ പറയാതിരിക്കുക എന്ന ഒരു മനസാക്ഷി വഞ്ചന ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ആദ്യമേ പറയാൻ ശ്രമിക്കുന്നത്, നമ്മുടെ യുവാക്കളുടെ ഇടയിൽ ഈ മതേതരത്വത്തിന്റെ മൂല്യങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. കഴിഞ്ഞ നാളുകളിലെ വലിയ പ്രതീക്ഷ എന്ന് പറയുന്ന യുവാക്കളായിരുന്നു. വ്യത്യസ്ത മതങ്ങളിലുള്ളവരെ മനസ്സിലാക്കാനും സ്നേഹിക്കാനും മതത്തിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതല്ലാത്ത സ്നേഹബന്ധങ്ങൾ സ്ഥാപിക്കാനും കൂട്ടായ്മകൾ ആചരിക്കുവാനും ഒക്കെ കഴിഞ്ഞിരുന്ന തലത്തിൽ നിന്ന് യുവതലമുറ മാറിക്കൊണ്ടിരിക്കുന്നു. ക്രമേണ യുവാക്കളുടെ ഇടയിൽ വലിയ തോതിൽ ഈ മതേതരത്വത്തിന്റെ ഒരു റൈവൽ ഘടകം എന്ന് പറയാവുന്ന വർഗീയത യുവാക്കളുടെ ഇടയിൽ കൂടുതൽ ആഴത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ഞാൻ യുവജന സഖ്യത്തിന്റെ ഒരു ഭദ്രാസനതല പരിപാടിക്ക് കുറച്ചുനാൾ മുമ്പ് ഒരു 10 വർഷം മുമ്പായിരിക്കാം, അടൂർ യൂത്ത് സെന്ററിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സഭയിൽ ഒരു വൈദികൻ യുവാക്കളോട് ചോദിക്കുകയാണ്, മറ്റു ചില സമുദായത്തിലെ നേതാക്കന്മാരെ പേരുകൾ പറഞ്ഞിട്ട് അവർ മുന്നോട്ട് വെക്കുന്ന രൂപത്തിലുള്ള സംഘടിതമായ വിലപേശൽ നടത്തുവാൻ നമ്മുടെ ജോസഫ് മാർത്തോമാ മെത്രാപ്പൊലീത്ത എന്തുകൊണ്ട് തയ്യാറാവുന്നില്ല? എന്നെ അത്ഭുതപ്പെടുത്തിയത് ഈ ചോദ്യം ഒരു അച്ഛൻ ചോദിക്കുമ്പോൾ ആ സദസ്സിലുള്ള യുവാക്കൾ ഒന്നടങ്കം കൈയടിക്കുന്നു. എന്നെ വളരെ വേദനിപ്പിച്ച ഒരു സംഭവമാണ്. അപ്പൊ എന്റെ കൂടെ ആ വേദിയിൽ ചലച്ചിത്ര സംവിധായകൻ ബ്ലസ്സി ഉണ്ടായിരുന്നു. ബ്ലസ്സിയും ഞാനും കോളേജിലെ സുഹൃത്തുക്കളാണ്, ഒരുമിച്ച് ഒരേ കാലഘട്ടത്തിൽ മാർത്തോമാ കോളേജിൽ പഠിച്ചവരാണ്. അപ്പൊ ബ്ലസ്സി അങ്ങ് ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഞാൻ ഒരു കലാകാരനാണ്, ഈ വേദിയിലിരിക്കാൻ ഞാൻ യോഗ്യനല്ല, അതുകൊണ്ട് ഞാൻ പോകുന്നു. അപ്പൊ ഞാൻ ബ്ലസ്സിയോട് പറഞ്ഞു, അങ്ങനെയല്ല ബ്ലസ്സി, പോകാൻ പാടില്ല. ഇതിനെതിരെ ബഹുഭൂരിപക്ഷം ആളുകൾ കൈയടിച്ചതിനെതിരെ നമുക്ക് സംസാരിച്ചിട്ടേ പോകാൻ പറ്റുമെന്ന് ഞങ്ങൾ രണ്ടാളും ഇരുന്ന് കാര്യമായി സംസാരിക്കുന്നത്. യുവജന സഖ്യം പോലെ യുവാക്കളുടെ ഒരു വേദിയിൽ സങ്കുചിതമായ ചിന്തകൾ നമ്മുടെ ഒരു പട്ടക്കാരൻ പകർന്നു നൽകുന്നു. അത് കേട്ട്
യുവാക്കൾ ഒരുമിച്ച് കൈയടിക്കുന്നു. അത് ഒരനുഭവം. രണ്ടാമത്തെ അനുഭവം എന്ന് പറയുന്നത് അതൊരു സംഭവമല്ല. ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ യുവജനസഖ്യത്തിലും മറ്റും പ്രവർത്തിച്ച് വലിയ തോതിൽ മതേതരവാദികളായിരുന്ന ആളുകൾ ക്രമേണ പ്രായം ചെല്ലുമ്പോൾ മതേതരത്വത്തിന്റെ മൂല്യങ്ങളൊക്കെ വിട്ടുകളയുകയാണ് പ്രായമാകുമ്പോൾ. ഇത് മറ്റൊരു അപകടമാണ്. ഇതിനേക്കാൾ വലിയ അപകടം എന്ന് ഞാൻ കാണുന്നത് മതവിശ്വാസികളല്ലാത്ത ആളുകളുടെ ഇടയിലും വർഗീയത ഇപ്പൊ വളരുകയാണ്. തീർത്തും മതനിഷേധികളായ ആളുകൾ, ചില ആളുകളെ എനിക്കറിയാം. ഞാൻ പേരുകളിലേക്ക് പോകുന്ന ഭംഗിയല്ലല്ലോ ഇന്നത്തെ യോഗത്തിൽ. അങ്ങനെയുള്ള ആളുകളുമായി എനിക്ക് വളരെ അടുത്ത ബന്ധങ്ങളുള്ള നിരവധി ആളുകളുണ്ട്, സൗഹൃദങ്ങളുണ്ട്. അപ്പൊ അത്തരം ആളുകളിലും ഉള്ളിന്റെ ഉള്ളിൽ ഈ മതേതരത്വത്തിൻ്റെതല്ലാതെ കുറച്ചുകൂടി പച്ചയായി പറഞ്ഞ വർഗീയതയുടെ ലാഞ്ചനകൾ കണ്ടു തുടങ്ങുക. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു വലിയ തോതിൽ നമ്മുടെ മതേതരത്വം അപകടത്തിലായിക്കൊണ്ടിരിക്കുന്നു. ഒന്ന്, വിശ്വാസ സമൂഹത്തിന്റെ മതേതരത്വത്തിന്റെ മൂല്യങ്ങൾ നഷ്ടപ്പെടുന്നു. മതേതരത്വത്തിന്റെ വക്താക്കളായിരുന്ന യുവാക്കൾ കാലം കഴിഞ്ഞ് പ്രായത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ പഴയ കാലഘട്ടങ്ങളിൽ ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾ വിട്ടുകളയുന്നു. മതനിഷേധികളല്ലേ, വിശ്വാസമില്ല എന്ന് തീർത്തു പറയുന്ന ആളുകൾ, ഒരുപക്ഷെ ഇതിന്റെ ഉള്ളിലുണ്ടോ എന്ന് അറിയില്ല, മതത്തിൽ വിശ്വാസമില്ല എന്ന് പച്ചയായി പറയുന്ന ആളുകളുടെ ഇടയിലും ഈ മതേതരത്വത്തിന്റെ ഭാവങ്ങൾ കുറഞ്ഞു വരുന്നു എന്ന് പറയുമ്പോൾ വലിയൊരു അപകടത്തിലേക്കാണ് പോകുന്നത്. കാരണം ഞാൻ പറഞ്ഞത്, ഞാൻ കുറച്ച് പ്രായോഗിക തലത്തിലും അതിന്റെ രാഷ്ട്രീയവും ഒരുപക്ഷെ രാഷ്ട്രീയതൊപ്പം തന്നെ അതിന്റെ പിന്നിലുള്ള സാമ്പത്തിക ഘടകങ്ങളും സൂചിപ്പിച്ച് പ്രസംഗം നിർത്തണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ വളരെ വൈകിയിരിക്കുന്നു. വിൽസൺ സാർ എത്ര സമയം എനിക്ക് എടുക്കാം? 10-15 മിനിറ്റ് എടുക്കാമോ? അതേ കൂടുതൽ എടുക്കാം. അപ്പോ പൊതു തത്വങ്ങളിലേക്ക് ഞാൻ അധികം പോകേണ്ടതില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ പ്രത്യേകിച്ച് തിരുമേനി പറഞ്ഞ കാര്യങ്ങൾ ഒന്നും തന്നെ ഞാൻ ആവർത്തിക്കുന്നില്ല. നമ്മളെല്ലാവരും അറിയുന്നത് പോലെ നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടന ഉറപ്പു നൽകുന്ന ചില മതേതര മൂല്യങ്ങളും, സമത്വം, സ്വാതന്ത്ര്യം, നീതി, ഇക്വാളിറ്റി ഒക്കെ, ഈ എഴുതപ്പെട്ട ഭരണഘടനയിലുള്ള ഇത്തരം മഹത്തായ ആശയങ്ങൾ പ്രവൃത്തിപഥത്തിൽ നിന്ന് ക്രമേണ മാഞ്ഞു പോകുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പൊ നമ്മൾ സ്വീകരിച്ചിരിക്കുന്ന ജനാധിപത്യ ഭരണ സമ്പ്രദായം നിലനിൽക്കണമെങ്കിൽ അടിസ്ഥാനപരമായി മതേതരത്വം നിലനിന്നേ പറ്റുള്ളൂ. മതേതരത്വത്തിന്റെ പ്രസക്തി അത് തന്നെയാണ്. അപ്പൊ എന്താണ് ഈ മതേതരത്വം എന്നുള്ളൊരു വിഷയം, ഒരു ചിന്ത വന്നേക്കാം. അതിപ്പോ നിർവചനം എന്ന നിലയിൽ ആരെയും ക്ലാസ് എടുത്ത് പഠിപ്പിക്കാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഭരണകൂടത്തിന്റെ, സ്റ്റേറ്റിന്റെ ഫങ്ഷൻസിൽ നിന്ന്, അതിന്റെ ഭരണനിർവഹണത്തിൽ നിന്ന് പൂർണ്ണമായും മതങ്ങളെ മാറ്റി നിർത്തുക, മതത്തിന്റെ പ്രവർത്തനങ്ങളിൽ ഭരണകൂടം ഇടപെടാതിരിക്കുക. അതൊരു കൺസെപ്റ്റാണ്, സെവറൻസ് ഓഫ് സ്റ്റേറ്റ് ആൻഡ് റിലിജിയൻ. ഇപ്പൊ ഭരണകൂടം ഒരു ഭാഗത്ത് നിൽക്കട്ടെ, മതം വേറൊരു ഭാഗത്ത് നിൽക്കട്ടെ, ഇത് പരസ്പരം ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്ന സ്ഥിതിവിശേഷം സംജാതമാകാതിരിക്കുക. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്. പക്ഷെ ഈ കാലഘട്ടത്തിൽ അതിനൊക്കെ മാറ്റങ്ങളുണ്ട്. രാഷ്ട്രീയ പാർട്ടികളുടെ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നതിൽ സമുദായങ്ങൾ, മതങ്ങളൊക്കെ വലിയ തോതിൽ ഇടപെടാൻ ശ്രമിക്കുന്നുണ്ട്. മതേതര രാഷ്ട്രീയ പാർട്ടികൾ പോലും ആ സ്ഥലത്തെ വോട്ടർമാരുടെ മതവിഭാഗം ഏതാ കൂടുതൽ എന്ന പരിഗണന കൂടി വെച്ചുകൊണ്ട് സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുകയും അവരെ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരികയും ചില ഘട്ടങ്ങളിൽ മത നേതാക്കൾ നിർദ്ദേശിക്കുന്ന പേരുകൾക്ക് മുന്തിയ പരിഗണന കൊടുക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ വിഷയം വരുമ്പോ ഈ സെവറൻസ് ഓഫ് സ്റ്റേറ്റ് ആൻഡ് റിലിജിയൻ എന്ന മതേതരത്വത്തിന്റെ അടിസ്ഥാനപരമായ ആശയം അവിടെ സംസ്കരിക്കപ്പെടുകയാണ്. ഞാൻ ഓർമ്മിക്കുന്നത്, ഒരു തെരഞ്ഞെടുപ്പിൽ 2016 തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കാൻ പോകുമ്പോൾ എനിക്കെതിരെ വന്ന സ്ഥാനാർത്ഥിയെ നമ്മുടെ ഒരു സഭയുടെ തിരുമേനിക്ക് ഇഷ്ടപ്പെട്ടില്ല, മാർത്തോമാ സഭയിലെ. അപ്പൊ സാധാരണ എന്നെ സഹായിക്കുന്ന ഒരു തിരുമേനിയല്ല, തിരുമേനിമാർ അങ്ങനെ സഹായിക്കാൻ പാടില്ല എന്ന നിലപാട് തന്നെയാണ് എനിക്ക് പരസ്യമായി. മതത്തിന്റെ പേരിൽ ഒക്കെ പഴയ കാലങ്ങളിലൊക്കെ പല ഘട്ടങ്ങളിലും സഹായങ്ങൾ പലർക്കും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ തെരഞ്ഞെടുപ്പ് സമയത്ത് തിരുമേനിക്ക് വോട്ട് ചെയ്യുകയും ഇതൊക്കെ ഉണ്ടാകാം. പക്ഷെ അവർ സഭയുടെ നേതൃത്വം എന്ന സ്ഥാനം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഉപയോഗിക്കാൻ പാടില്ല, തെരഞ്ഞെടുപ്പ് കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ല. അതാണ് സെവറൻസ് ഓഫ് സ്റ്റേറ്റ് റിലിജിയൻ എന്നുള്ളത്. അപ്പൊ 2016 എനിക്കെതിരെ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചപ്പോ നമ്മുടെ മാർത്തോമാ സഭയിൽ ഒരു തിരുമേനി മറ്റൊരു നേതാവിന്റെ, എന്റെ എതിർപക്ഷത്ത് നിൽക്കുന്ന മറ്റൊരു നേതാവിന്റെ പ്രേരണയിലായിരിക്കാൻ പറഞ്ഞു ആ സ്ഥാനാർത്ഥി അത്ര പാടില്ല. പല കാരണങ്ങളാൽ പറഞ്ഞ കാരണങ്ങളിലേക്കൊന്നും പോയാൽ ആളുകൾ മനസ്സിലാവുന്നു. അപ്പൊ എനിക്കത് വലിയ വിഷമം തോന്നി. എന്റെ എതിർ സ്ഥാനാർത്ഥി പോരാ എന്നാണ് പറഞ്ഞതെങ്കിലും ഞാൻ തൊട്ടടുത്ത പ്രചരണ സ്ഥലത്തേക്ക് ക്യാമറമാൻമാരെ വിളിച്ചു വരുത്തിയിട്ട് ഞാൻ ഉപയോഗിച്ച വാക്ക്
രാഷ്ട്രീയ പാർട്ടികൾ സ്ഥാനാർത്ഥികളെ നിർണയിക്കേണ്ടുന്ന ചുമതല സ്വയം ഏറ്റെടുത്ത് നിർദ്ദേശങ്ങൾ പറയുകയും തീട്ടൂര കൽപ്പിക്കുകയും ചെയ്യാൻ സാമുദായിക നേതാക്കൾക്ക്, മത നേതാക്കൾക്ക് അവകാശമില്ല എന്നാണ് എന്റെ വിശ്വാസം. അങ്ങനെ ഇടപെടുന്ന അധാർമികതയാണ്. അപ്പൊ എന്റെ പാർട്ടിക്കാർ ചോദിച്ചു, എന്തൊരു അപകടമാണ് പറയുന്നത്, നിങ്ങൾക്ക് അനുകൂലമായി വന്നൊരു കാര്യത്തെ. ഞാൻ ഒരു അപകടമല്ല, ഞാനത് പറഞ്ഞു വെക്കുന്നത് ഇത്തരം അനുഭവങ്ങൾ ഏറെ കണ്ടതുകൊണ്ടാണ്. സ്റ്റേറ്റും റിലിജനും തമ്മിലുള്ള ഒരു സെവറൻസ്, ഒരു മാറ്റി നിർത്തൽ ഏറ്റവും പ്രധാനപ്പെട്ട, അത് വെസ്റ്റേൺ കൺസെപ്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട, വെസ്റ്റേൺ കൺസെപ്റ്റ് ഓഫ് സെക്യുലറിസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. രണ്ടാമത് വേണ്ട ഒരു വിഷയം, എല്ലാ മതങ്ങൾക്കും ഭരണകൂടം തുല്യ പരിഗണന കൊടുക്കണം. ഈക്വൽ ട്രീറ്റ്മെന്റ് ഓഫ് ഓൾ റിലിജിയൻ ബൈ ദ സ്റ്റേറ്റ്. അതിപ്പോ ഇന്നില്ല. ഞാൻ അതിലേക്ക് പോകുമ്പോൾ എന്റെ രാഷ്ട്രീയ ചായ്വ എന്ന് പറഞ്ഞ് ആക്ഷേപിക്കരുത്. കാരണം എനിക്ക് ബോധ്യമുള്ള കാര്യങ്ങളിൽ ഞാൻ അതിലേക്ക് പിന്നീട് വരാം, വിശദമായി തന്നെ അതിലേക്ക് വരാം. അതിപ്പോ അഭിനന്ദ തിരുമേനി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മ്യൂച്വൽ റെസ്പെക്ട് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് എനി ഡിഫറെന്റ് റിലിജിയൻ ആൻഡ് കമ്മ്യൂണിറ്റീസ്. പ്രധാനമായും യൂലിയോസ് തിരുമേനി പറയാൻ ശ്രമിച്ചൊരു ഭാഗമാണ്. പരസ്പരം ബഹുമാനിക്കുക, അത് മനസ്സിലാക്കാൻ, മറ്റു മതങ്ങളെ മനസ്സിലാക്കാനുള്ള പരിശ്രമം നടത്തുക. അത് വളരെ പ്രധാനപ്പെട്ട, അതും ഇന്ന് അന്യം വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ചുരുങ്ങുകയാണ്, എല്ലാവരും അവരവരിലേക്ക് തന്നെ ചുരുങ്ങുക. അത് ചുരുങ്ങുന്നത് പൊതു സമൂഹത്തിന്റെ ഒരു പ്രവണതയാണ്. നമ്മുടെ ആധ്യാത്മിക നേതാക്കൾ, എല്ലാ മതങ്ങളിലും പെട്ട ആളുകൾ അത്തരത്തിലുള്ള നിലപാടെടുത്തില്ലെങ്കിൽ വിശ്വാസ സമൂഹം കൂടെ നിൽക്കുമോ എന്ന ആശങ്കയിൽ, അതായത് വിശ്വാസ സമൂഹം തങ്ങളുടെ മതത്തിൽ വിശ്വസിക്കുന്ന അല്ലെ തങ്ങളുടെ അനുയായികളെ ആളുകളെ ബോധ്യപ്പെടുത്തി ഒരു ശരിയുടെ പക്ഷത്തേക്ക് കൊണ്ടുപോകാനുള്ള ധാർമ്മിക ബലം നമ്മുടെ ആധ്യാത്മിക നേതാക്കൾക്ക് ഇല്ലാതെ പോയത് കൊണ്ട് ജനം എങ്ങനെ ചിന്തിക്കും എന്ന് ഭയപ്പെട്ടതനുസരിച്ച് തങ്ങളുടെ പ്രവർത്തികളും ക്രമപ്പെടുത്തുന്ന ഒരു സ്ഥിതിവിശേഷം ഇന്ന് സംജാതമായിട്ട്. അപ്പോ ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന കാര്യങ്ങൾ, ഒന്ന് ഫ്രീഡം ഓഫ് റിലിജിയൻ. ഫ്രീഡം ഓഫ് റിലിജിയനെ സംബന്ധിച്ച് ആർട്ടിക്കിൾ നമ്മുടെ ഭരണഘടനയുടെ 25 അനുച്ഛേദം ഒക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. പ്രൊഫസ്, പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേറ്റ് റിലിജിയൻ. അതുപോലെ തന്നെ 26, 27, 28 ഈ അനുച്ഛേദങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ഭരണഘടന പറയുന്ന ഒന്നാമത്തെ കാര്യം ഫ്രീഡം ഓഫ് റിലിജിയൻ. രണ്ടാമത്തെ കാര്യം, മതത്തിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള വിവേചനം പാടില്ല. പ്രൊഹിബിറ്റ്സ് ഡിസ്ക്രിമിനേഷൻ ബേസ്ഡ് ഓൺ റിലിജിയൻ. പിന്നെ മതപരമായ കാര്യങ്ങളിൽ ഭരണകൂടം ന്യൂട്രലായി നിൽക്കണം, നിഷ്പക്ഷമായി നിൽക്കണം. ഇതിപ്പോ നാട്ടിൽ നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിലേക്ക് ഞാൻ പിന്നീട് വരുന്നുണ്ട്. എല്ലാ മതങ്ങളെയും ഒരുപോലെ പരിഗണിക്കുന്ന ഒരു ഭരണകൂട സമ്പ്രദായം ഇല്ലാതിരിക്കുകയും ഏതെങ്കിലും ഒരു മതത്തിന് കൂടുതലായി പരിഗണന കൊടുക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് മതേതരത്വത്തിന് വലിയ അപകടകരമായി തീരുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. ഇപ്പൊ നമ്മുടെ നാട്ടിലെ 2 സംഭവങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിക്കാം. ഒന്ന്, പാർലമെന്റ് ഹൗസിന്റെ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനം. ഞാൻ പറയുമ്പോ എന്റെ രാഷ്ട്രീയത്തിന്റെ പ്രതിഫലനങ്ങൾ വരും. പാർലമെന്റ് ഹൗസ് എന്ന് പറയുന്ന ഒരു മതേതര സമൂഹത്തിൽ പാർലമെന്റ് എല്ലാവരുടെയും കൂടെ അല്ലേ? ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ പുരോഹിതർ വന്ന് കർമ്മം ചെയ്തിട്ടാണോ പാർലമെന്റ് ഹൗസ് ഉദ്ഘാടനം ചെയ്യേണ്ടത്? ഒരു ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യേണ്ടത് പ്രധാനമന്ത്രിയാണ്. അയോധ്യ ക്ഷേത്രം നാടിന് സമർപ്പിച്ചത് പ്രധാനമന്ത്രിയാണ് പൂജ ചെയ്ത്. അപ്പോ സ്റ്റേറ്റും അല്ലെങ്കിൽ ഭരണകൂടവും മതവും 2 സെപ്പറേറ്റഡ് എൻറ്റിറ്റീസ് എന്ന കാര്യത്തിൽ വ്യത്യസ്തത വരുത്തിക്കൊണ്ട് ഭരണകൂടത്തിന്റെ നടപടിക്രമങ്ങളിൽ മതവും, മതത്തിന്റെ നടപടിക്രമങ്ങളിൽ ഭരണകൂടം ഇടപെടുന്ന തരത്തിലേക്ക് ഇന്ത്യയിലെ ഭരണ സംവിധാനം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇന്ത്യയിലെ സെക്യുലറിസത്തിന്റെ ഏറ്റവും വലിയ ഒരു അപകടമായി തിരിച്ചറിയാൻ നമുക്കാവും. മറ്റു ചില കാര്യങ്ങൾ ഞാൻ എഴുതിയെല്ലാം തിരുമേനി പറഞ്ഞത് ഞാൻ ആവർത്തിക്കുന്നില്ല. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയെ ഉറപ്പു നൽകുന്ന മതേതരത്വത്തിന് ഇപ്പോ കഴിഞ്ഞ ദിവസം എനിക്കൊരു സംശയം തോന്നി. ഞാൻ ഇതൊക്കെ കൈകാര്യം ചെയ്യുന്ന ആളാണെങ്കിലും അടുത്ത സമയത്ത് മാത്രം ചിന്തിച്ചൊരു ഭാഗം, അതായത് നമ്മുടെ ഇപ്പോ രാജിവെച്ച ഉപരാഷ്ട്രപതി അടുത്ത സമയത്ത് നടത്തിയൊരു പ്രസ്താവനയുണ്ട്. ഇന്ത്യയുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ നിന്ന് മതേതരത്വവും സോഷ്യലിസവും എടുത്തുകളാണ്. അദ്ദേഹം രാജിവെച്ചു, സ്ഥാനത്തില്ല എങ്കിലും നാട്ടിലെ ഒരു ചർച്ചയാണ്. അപ്പൊ ആ ചർച്ചയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷികമായിരുന്നല്ലോ. അടിയന്തരാവസ്ഥ കാലത്ത് പ്രധാനമന്ത്രിയായിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധി കൊണ്ടുവന്ന 42ാം ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ടതാണ് ഭരണഘടനയിൽ
ഈ മതേതരത്വം, പ്രിയാമ്പിളിൽ മതേതരത്വം സോഷ്യലിസം, ആർട്ടിക്കിൾ 25 ഒക്കെ അവിടെ ഉണ്ട്. അതായത് പ്രാക്ടീസ് ചെയ്യാനും പ്രൊഫസ് ചെയ്യാനും പ്രൊപ്പഗേറ്റ് ചെയ്യാനുള്ള അവകാശമൊക്കെ അവിടെ നിൽക്കുമ്പോൾ തന്നെ ഈ അതിന്റെ പ്രിയാമ്പിളിൽ എന്തുകൊണ്ട് ഇതുണ്ടായിരുന്നില്ല? അത് 42 ഭരണഘടന ഭേദഗതി മൂലം അടിയന്തരാവസ്ഥ കാലത്ത് ഉയർത്തായതുകൊണ്ട് അടിയന്തരാവസ്ഥയുടെ വാർഷികം ആയ സമയത്ത് അത് എടുത്തു കളയണം. അപ്പൊ ഞാൻ എടുത്ത സമയത്ത് അന്ന് ഈ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ ഉണ്ടായിരുന്ന ആളുകളെ ഒന്നും നമുക്ക് പരിചയമില്ലല്ലോ ആരും. എന്നാൽ അവരുമായി അടുത്ത് ബന്ധം സ്ഥാപിച്ചിരുന്ന, അവരുമായി ആശയവിനിമയം നടത്തിയിരുന്ന ഒരാളോട് കഴിഞ്ഞ ദിവസം ഞാൻ ചോദിച്ചു, എന്തായിരിക്കാം ഈ ഭരണഘടന ആദ്യം എഴുതിയപ്പോൾ അതിൽ മതേതരത്വവും സോഷ്യലിസവും ഇല്ലാതെ പോയത്? സോഷ്യലിസത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന് പറയാൻ വ്യക്തമായി കഴിഞ്ഞു. കാരണം ഒരുപക്ഷെ ഒരു ഫ്യൂഡൽ വ്യവസ്ഥയിൽ നിന്ന് മുതലാളിത്തത്തിലേക്ക്, ക്യാപിറ്റലിസത്തിലേക്കുള്ള ട്രാൻസ്ഫർമേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്, ലോക യുദ്ധങ്ങളുടെ ഒക്കെ പശ്ചാത്തലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അധികാര കൈമാറ്റത്തിന്റെ കാലത്ത് രൂപപ്പെട്ട ഭരണഘടനയിൽ സോഷ്യലിസം ഇല്ലാതെ പോയത് സ്വാഭാവികമായി സംഭവിച്ചതായിരിക്കാം. പക്ഷെ മതേതരത്വത്തെ പറ്റി പറഞ്ഞത് അങ്ങനെ എഴുതി പ്രിയാമ്പിളിൽ ചേർക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. അത് ഈവൻ അതർവൈസ് ഇറ്റ് ഈസ് അണ്ടർസ്റ്റുഡ് എന്നുള്ളതായിരുന്നു അന്നത്തെ കൺസെപ്റ്റ് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ ഇന്നിപ്പോ വന്നിട്ട് എന്താ സംഭവിക്കുക? ഭരണഘടനയിൽ നിന്ന് മാറ്റണം എന്ന് ചില ആളുകൾ പറയുന്നതോടൊപ്പം തന്നെ ഈ മതവികാരങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ശ്രമം, അതിലൂടെ ഒരു റിലീജിയസ് പോളറൈസേഷൻ. അപ്പോ നാട്ടിലെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് വർഗീയത വളർത്തിക്കൊണ്ടുവരാനുള്ള ഒരു വലിയ പരിശ്രമം നടക്കുന്നു. അതിന്റെ ഒരു ഭാഗത്തേക്ക് ഞാൻ വരാം, അധികം സമയം എടുക്കാതെ തന്നെ ഞാൻ അവസാനിപ്പിക്കാം. ഇനി നമ്മുടെ നാട്ടിൽ വ്യക്തി നിയമങ്ങളുണ്ടല്ലോ. വ്യക്തി നിയമങ്ങൾ അനുസരിച്ച് വ്യത്യസ്തമായ സാമൂഹിക നടപടിക്രമങ്ങൾ, സോഷ്യൽ പ്രാക്ടീസസ് ഉണ്ട്. ചിലർക്ക് ബഹുഭാരിത്വമാകാം, അതുപോലെയുള്ള ചില കാര്യങ്ങൾ അടക്കം. അതുപോലെ സക്സഷനെ സംബന്ധിച്ച്, പിന്തുടർച്ചയെ സംബന്ധിച്ച് വ്യത്യസ്തമായ നിയമങ്ങൾ. ഇതൊക്കെ നിൽക്കുന്നത് നമ്മുടെ സെക്യുലറിസത്തിന് ഒരു ചലഞ്ചാണോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോ ഇത് പ്രിസർവ് ചെയ്യാനായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ മതേതരത്വം നിലനിർത്താൻ വേണ്ടി നമ്മൾ നടത്തേണ്ടുന്ന ഏറ്റവും വലിയ പരിശ്രമം, അവന്ന് തിരുമേനി പറഞ്ഞതുപോലെ നമ്മുടെ മനസ്സ് തുറന്ന് ഇന്റർഫെയ്ത്ത് ഡയലോഗ്സ് നടക്കണം. മറ്റ് മതങ്ങളിലെ നന്മകളെ അംഗീകരിക്കാൻ തക്കവണ്ണം മനസ്സ് തുറന്നു വെച്ചുകൊണ്ടുള്ള ഡയലോഗ് കൊണ്ട് അർത്ഥമുള്ളൂ. താത്വികമായ ഒരു അല്ലെങ്കിൽ സൈദ്ധാന്തികമായ ഒരു വ്യായാമം നടത്താൻ വേണ്ടിയുള്ള ഡയലോഗ് ആവരുത്. മറ്റതിലെ നന്മകൾ കണ്ടെത്താൻ വേണ്ടിയുള്ള ഒരു പരിശ്രമം ഉണ്ടാകും. പിന്നീട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ വിദ്യാഭ്യാസ ക്രമത്തിൽ ഉണ്ടാകേണ്ടുന്ന മാറ്റങ്ങൾ. ചില ആളുകൾ പറയും ജോലി കിട്ടാൻ വേണ്ടിയുള്ള പരിശീലനം മാത്രമാണ് വിദ്യാഭ്യാസം. ആ തരത്തിലായി പോയി രൂപപ്പെടുത്തുപോയി. മനുഷ്യ മഹത്വബോധം കുട്ടികളിൽ അങ്കുരിപ്പിക്കാൻ തക്കവണ്ണമുള്ള വിദ്യാഭ്യാസ ക്രമം രൂപപ്പെടണം. ഒരു ശക്തിക്കും തകർക്കാനാവാത്തൊരു ദർശനം മാനവികതയെ സംബന്ധിച്ച് വിദ്യാർത്ഥികളിൽ രൂപപ്പെടുന്ന തരത്തിലേക്ക് വിദ്യാഭ്യാസത്തെ പുനഃക്രമീകരിക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ ഈ സഹിഷ്ണുതയുടെ ഒരു സംസ്കാരവും മറ്റുള്ള ആളുകളെ ബഹുമാനിക്കാനുള്ള സംസ്കാരവും ഒക്കെ നമുക്ക് രൂപപ്പെടുത്തിയെടുത്ത് കഴിയുള്ളൂ എന്നാണ് എൻ്റെ ഒരു പക്ഷം. ഞാൻ മുമ്പ് പിന്നീട് പറയാമെന്ന് വിശദമായി പറയാമെന്ന് പറഞ്ഞൊരു വിഷയമാണ് നമ്മുടെ റിലീജിയസ് സെന്റിമെന്റ്സിന്റെ പൊളിറ്റിസൈസേഷൻ, രാഷ്ട്രീയവൽക്കരണം. മതപരമായ വികാരങ്ങളെ, മൃദുല വികാരങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കാൻ വേണ്ടിയുള്ള ശ്രമം ഇന്ത്യയിൽ അത് കുറേയേറെ നാളുകളായി നടന്നു വരികയാണ്. ഉദാഹരണങ്ങൾ നിരവധിയാണ്. ഞാൻ ഒരു പ്രത്യേക പാർട്ടിയുടെ അംഗമാണെന്ന് എല്ലാവർക്കും അറിയാം, ജനതാദൾ എസ് എന്ന പാർട്ടി. ആ പാർട്ടി ഇപ്പോ അതിന്റെ അഖിലേന്ത്യാ നേതൃത്വം BJP എന്ന രാഷ്ട്രീയ പാർട്ടിയോട് ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് ഞങ്ങൾ അഖിലേന്ത്യാ നേതൃത്വവുമായുള്ള ബന്ധം വിച്ഛേദിച്ച് ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ട് കേരളത്തിൽ ഇപ്പൊ പ്രവർത്തിച്ചു വരിക. അതല്ല ഇപ്പോഴത്തെ വിഷയം. അതല്ല, 1977 ആദ്യത്തെ കോൺഗ്രസ് ഇതര ഗവൺമെന്റ് ജനതാ പാർട്ടി രൂപീകരിക്കുമ്പോൾ ജനസംഘം എന്ന പാർട്ടി പിരിച്ചുവിട്ട് അത് ജനതാ പാർട്ടി ലയിച്ച് ജനതാ പാർട്ടിയും കൂടി ചേർന്നാണ് ഭരണം നടത്തിയത്. ഭരണം പോയതിനു ശേഷമാണ് BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം രൂപം കൊള്ളുന്നത്. 1980 തോറ്റതിന് ശേഷം
ആ രാഷ്ട്രീയ പാർട്ടി ആദ്യമായി ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് 1984 പഴയ ജനസംഘം എന്ന് പറയാം, പക്ഷെ അത് എത്രമാത്രം ക്ഷയിച്ചിരുന്നു എന്ന് അറിയണമെങ്കിൽ 84 തെരഞ്ഞെടുപ്പിൽ അവരെ 2 എംപിമാരാണ് ജയിച്ചത്. വളർന്നു വന്നു. അത് BJP ഒരു വർഗീയ കക്ഷിയാന്നുള്ളതാണ് എന്റെ രാഷ്ട്രീയ നിലപാട്. അതിലേക്ക് ഞാൻ പോകുന്നില്ല. BJP എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് വളരാൻ തക്കവണ്ണമുള്ള സാഹചര്യം ഒരുങ്ങിയത് അയോധ്യയിൽ ഒരു ക്ഷേത്രം പണിയണം എന്ന ഒരു ഡ്രം കാർഡിലാണ്. ഞാൻ പറയാൻ ശ്രമിക്കുന്നത് റിലീജിയസ് സെന്റിമെന്റ്സിനെ പൊളിറ്റിസൈസ് ചെയ്ത് ഉള്ള ഒരു നിരവധി മറ്റു ഉദാഹരണങ്ങളുണ്ട്. അയോധ്യയുടെ മാത്രമല്ല, മറ്റ് എല്ലാത്തിലേക്കും പോകുന്നില്ല. ഇപ്പോ ഷാബാനു കേസ് വന്നപ്പോ മുസ്ലിം ലീഗിനെ കയ്യിലെടുക്കാൻ, മുസ്ലിം സഹോദരങ്ങളെ കയ്യിലെടുക്കാൻ വേണ്ടി കൊണ്ടുവന്ന നിയമം അടക്കം. അപ്പൊ പല രൂപത്തിലുള്ള പൊളിറ്റിസൈസേഷൻ ഓഫ് റിലീജിയസ് സെന്റിമെന്റ്സ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രസക്തമായി നിൽക്കുന്ന മതേതരത്വത്തിന് എതിരെയുള്ള വെല്ലുവിളിയായി നമ്മൾ കാണേണ്ടത് എന്ന് ചൂണ്ടിക്കാനാണ് ഞാൻ ശ്രമിച്ചത്. അതിന്റെ ഒരു പരിണിത ഫലമായി ഇന്ന് എന്താ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? ആര് നിഷേധിച്ചാലും ആര് എതിർത്താലും ഒരു കാര്യം വളരെ വ്യക്തമാണ്. സാർവദേശിക തലത്തിൽ രൂപപ്പെട്ടിരിക്കുന്ന ശാക്തിക ചേരികളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് പല കാര്യങ്ങളും നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. സാർവദേശിക തലത്തിൽ സാമ്രാജ്യത്വ ശക്തികൾ മുസ്ലിം രാഷ്ട്രങ്ങൾക്കെതിരാണ്. ആ മുസ്ലിം രാഷ്ട്രങ്ങൾക്കെതിരായ പല കാരണങ്ങൾ, സാമ്പത്തിക കാരണങ്ങളുണ്ട്. ഞാൻ ആ സാമ്പത്തിക കാരണങ്ങളിലേക്ക് കടക്കുന്നില്ല. ഓയിലാണ് പ്രധാനപ്പെട്ട വിഷയം, അത് നിൽക്കട്ടെ. ആ സാർവദേശിക തലത്തിൽ മുസ്ലിം രാജ്യങ്ങൾക്കെതിരായി നിൽക്കുന്ന സാമ്രാജ്യത്വ ശക്തികൾ, അമേരിക്കൻ നേതൃത്വത്തിലുള്ള സാമ്രാജ്യത്വ ശക്തികൾ അതിനോട് ഒട്ടി നിൽക്കുക എന്ന നിലപാട് ഇന്ത്യ രാജ്യം സ്വീകരിക്കുന്നത് നമ്മുടെ മതേതരത്വത്തിന് വലിയ അപകടമാണ്. അത് മുസ്ലിം സമുദായത്തിനെതിരെ മാത്രമായിരിക്കില്ല. ഇന്നിപ്പോ സാർവദേശിക തലത്തിൽ സാമ്രാജ്യ ശക്തികളുടെ പിന്തുണ കിട്ടണം എന്ന ഒരു ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിൽ ക്രൈസ്തവ സമൂഹത്തിനെതിരെയുള്ള വലിയ അക്രമങ്ങൾ ഗവൺമെന്റ് തലത്തിൽ ഔദ്യോഗികമായി ക്രമീകരിച്ച് നടക്കുന്നില്ല എന്നതൊഴിച്ചാൽ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. മണിപ്പൂറും അതുപോലെ തന്നെ ഗുജറാത്ത് അടക്കം, മധ്യപ്രദേശ് അടക്കം നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വലിയ തോതിൽ വർഗീയ ശക്തികൾ ക്രൈസ്തവ വിഭാഗത്തെയും മുസ്ലിം വിഭാഗത്തെയും ആക്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പോ പൗരത്വ ഭേദഗതി നിയമം വന്നപ്പോൾ ക്രിസ്ത്യാനികൾക്കെതിരെ ഒന്നും ഇല്ലാത്ത ഞങ്ങൾ സുരക്ഷിതരാണ് എന്ന് ധരിച്ചുകൊണ്ട് ചില ആളുകൾ ഇരിപ്പുണ്ട്. വലിയ അപകടമാണ്. ഇപ്പൊ അക്രമത്തിന്റെ മുന ഒരു ഭാഗത്തേക്ക് മാത്രം വെച്ചുകൊണ്ട് അടുത്ത ഇരയായി നമ്മൾക്കെതിരെ വരും. അതിനാണ് അവരുടെ തിയറി. ഞാൻ ആ തിയറിയിലേക്കൊക്കെ പോകുമ്പോ അത് പഴയ പുസ്തകമാണെന്നൊക്കെ ചിലർ പറയുക. അടുത്ത സമയത്ത് ആരോ പറഞ്ഞല്ലോ, വിചാരധാരയൊക്കെ പണ്ടിരിച്ചത് ഇപ്പൊ അതിന് പ്രസക്തി, അത് അന്നത്തെ കാലം ബൈബിൾ അതിനേക്കാളും പഴയതാണ് എന്ന് പറഞ്ഞ് പ്രസക്തി ഇല്ലെന്ന് പറയാൻ പറ്റും. ഇവിടെ പ്രശ്നം വളരെ വ്യക്തമായി നാം മനസ്സിലാക്കണം. നാട്ടിൽ ഒരു വർഗീയ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടി റിലീജിയസ് സെന്റിമെന്റ്സിനെ പൊളിറ്റിസൈസ് ചെയ്ത് പൊളിറ്റിക്കൽ പവർ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് ഇന്ത്യയിലെ മതേതരത്വം തകർത്തുകൊണ്ടിരിക്കുന്നത്. അവിടെ ദൗർഭാഗ്യവശാൽ മതേതരത്വത്തിന്റെ ഭാഗത്ത് നിൽക്കേണ്ടുന്ന ചില ശക്തികൾ പല കാരണങ്ങളാൽ സ്ഥാപിത താല്പര്യങ്ങൾ തന്നെ പറയും, ഭരണത്തോട് ഒട്ടി നിൽക്കാൻ വേണ്ടിയുള്ള വെമ്പൽ കാട്ടുന്നു. അതിൽ ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്നത് ക്രൈസ്തവ സമൂഹമാണ്, ക്രൈസ്തവ നേതാക്കളാണ്. ക്രൈസ്തവ സമൂഹം ഞാൻ പറയുന്നില്ല. ക്രിസ്ത്യാനികൾ വർഗീയമായി ഗവൺമെന്റ് എതിർക്കണമെന്നോ വർഗീയമായി സംഘടിച്ച് ചെറുക്കണമെന്നോ അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. മതേതരത്വത്തിന് വേണ്ടി നിലകൊള്ളേണ്ട വിഭാഗം ആളുകൾ നാട്ടിൽ ഇന്ന് ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന വർഗീയയുടെ വിപത്ത് തിരിച്ചറിയാഞ്ഞിട്ടോ അറിഞ്ഞില്ല എന്ന് ഭാവിച്ചുകൊണ്ടോ പല രൂപത്തിൽ വർഗീയ ശക്തികളുമായി സമരസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നിരവധി ഉദാഹരണങ്ങളുണ്ട്. ഒരുപക്ഷെ അമിതമായി കുമിഞ്ഞുകൂടുന്ന സ്വത്തിന്റെ ഉറവിടം കണ്ടെത്തുമോ എന്ന ഭയപ്പാട്ടിൽ നിന്നായിരിക്കാം. വല്ലാതെ സ്വത്ത് കുമിഞ്ഞുകൂടുന്നുണ്ടല്ലോ. വിദേശ പണം ഇപ്പൊ അധികം വരുന്നില്ല, നമുക്കറിയാം. എന്നാൽ പോലും അൺഅക്കൗണ്ടഡ് മണി നമ്മുടെ മത നേതാക്കളുടെ സമുദാചാര്യന്മാരുടെ കയ്യിൽ വരുന്നുണ്ട്. കൈമുത്തായി കിട്ടുന്നതായിരിക്കാം. എന്തോ ആവട്ടെ, ടാക്സ് കൊടുക്കാതെ വരുന്ന അൺഅക്കൗണ്ടഡ് മണി പല രൂപത്തിലും ഭരണവർഗക്കാരുടെ
ആനുകൂല്യം ആവശ്യപ്പെടുന്ന രൂപത്തിലേക്ക് സഭാ നേതൃത്വം മാറുന്നതിന്റെ അപകടമാണ് നാട്ടിൽ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന നയങ്ങളോട് ഒട്ടി നിൽക്കാൻ വേണ്ടിയുള്ള വെമ്പൽ കാട്ടുന്നത്. ഒരു ഭാഗത്ത് അധികാരത്തോട് ഒട്ടി നിൽക്കാനുള്ള വെമ്പൽ കാട്ടുന്നതിന്റെ ഭാഗമായി തങ്ങളുടെ വ്യക്തിപരമായും സ്ഥാപിതമായുള്ള താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്ന് നിൽക്കുമ്പോൾ വലിയ അപകടത്തിലേക്ക് നമ്മുടെ മതേതരത്വം ചെന്നെത്തി നിൽക്കുക എന്ന തിരിച്ചറിവ് നമുക്ക് ഇല്ലാതെ പോകുന്നു. ഞാൻ പറഞ്ഞല്ലോ ആദ്യമേ, ഒരു പക്ഷേ ഞാൻ വിശ്വസിക്കുന്ന, ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്ന, എനിക്ക് 100% ബോധ്യമുള്ള രാഷ്ട്രീയത്തിന്റെ പ്രതിഫലനം എന്റെ സംസാരത്തിൽ ഉണ്ടാകുന്നെങ്കിൽ അത് പൊറുക്കുക. എനിക്ക് ലൈറ്റ് ടു ലൈറ്റിൽ വെബിനാറിൽ എല്ലാവരും ഞാൻ നിഷ്പക്ഷനാണെന്ന് വെച്ച് കൈയടിക്കണമെന്നില്ല. ഞാൻ അതിൻ്റെ അകത്തൊരു പക്ഷക്കാരൻ തന്നെയാണ് എന്ന സത്യം പങ്കുവെക്കാൻ ഞാൻ ശ്രമിക്കുക. നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം എന്താണ്? എങ്ങനെയാണ് ഇതിനെ മറികടക്കാനാവുക? അർത്ഥവത്തായ ആത്മീക ഭാവങ്ങളെ എങ്ങനെ പ്രചരിപ്പിക്കാൻ കഴിയും? പ്രത്യേകിച്ച് നമ്മുടെ യുവാക്കളെ അർത്ഥവത്തായ ആത്മീകത അല്ലെങ്കിൽ ആത്മീകതയുടെ സത്ത പകർന്നു നൽകി വർഗീയവാദികളല്ലാതെ എല്ലാ മനുഷ്യർക്കും വേണ്ടി നിലകൊള്ളുന്ന സമൂഹമായി നമ്മുടെ യുവാക്കളെ എങ്ങനെ മാറ്റിയെടുക്കാൻ കഴിയും? അവിടെ അഭിമന്യ തിരുമേനി പറഞ്ഞതുപോലെ മറ്റു മതങ്ങളിലെ നന്മ കണ്ടെത്താൻ വേണ്ടിയുള്ള പരിശ്രമം കൂടി ഉണ്ടാകണം. എല്ലാ മതത്തിലും പെട്ട ആളുകൾ അവരുടെ വിശുദ്ധ ഗ്രന്ഥങ്ങൾ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. ഞാന് നിയമസഭയിൽ ഒരിക്കല് ബഹുമാന്യായ ശ്രീ രമേശ് ചെന്നിത്തലയുടെ ഒരു പ്രസംഗത്തിനോട് പ്രതികരിച്ചുകൊണ്ട് ഞാനൊരു പ്രതികരണം പണ്ട് നടത്തിയതാണ്. അത് 2011 ബഹുമാന്യ ഉമ്മൻചാണ്ടി സാറിന്റെ സർക്കാർ വന്നപ്പോ നയപ്രഖ്യാപനത്തിനുള്ള നന്ദി പ്രമേയം അവതരിപ്പിച്ചത് KPCC പ്രസിഡന്റ് ശ്രീ രമേശ് ചെന്നിത്തല. അപ്പൊ അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞു, ഞങ്ങളെല്ലാം പ്രകടന പത്രിക ആശ്രയിക്കും. മാനിഫെസ്റ്റോ ഈസ് അവർ ബൈബിൾ, മാനിഫെസ്റ്റോ ഈസ് അവർ ഖുറാൻ, മാനിഫെസ്റ്റോ ഈസ് അവർ ഗീത. ഞാൻ പറഞ്ഞു, ഇത് തന്നെ അപകടം. ഈ ബൈബിളും ഖുറാനും ഗീതയെല്ലാം അലമാരിക്കകത്ത് കൂട്ടി വെച്ചിരിക്കുക. അതിന്റെ സത്യമൊന്നും ആരും ഉൾക്കൊള്ളുന്നില്ല. നിങ്ങളുടെ മാനിഫെസ്റ്റോ ഇതുപോലെ തന്നെ കൂട്ടിവെക്കാൻ പോകുന്നു എന്നാണ് നിങ്ങൾ ഉദ്ദേശിച്ചതെന്ന് ഞാൻ ചോദിച്ചു. ഞാനിപ്പോ പറഞ്ഞത്, ഈ ഗ്രന്ഥങ്ങളിലൂടെയും വേദങ്ങളിലൂടെയും ഒക്കെ കിട്ടേണ്ടുന്ന ആധ്യാത്മിക ഭാവങ്ങൾ, മാനവീയയുടെ ഉദാത്ത ഭാവങ്ങൾ നമ്മുടെ യുവാക്കളിലേക്ക് പകരപ്പെടുന്നില്ല എന്ന വലിയ നഷ്ടം നമ്മുടെ സമൂഹത്തിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുക. ഒരു ഭാഗത്ത് നമ്മുടെ മതങ്ങൾ ശക്തിപ്പെടുക, നമ്മുടെ റിലീജിയോസിറ്റി വളരുന്നു. റിലീജിയോസിറ്റി വേഴ്സസ് സ്പിരിച്വാലിറ്റി എന്നിടത്തേക്ക് മതാത്മകതയും ആധ്യാത്മികതയും തമ്മിലുള്ള ഒരു സംഘർഷം ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുക. ആധ്യാത്മികതയുടെ ഭാവങ്ങൾ ഉൾക്കൊള്ളുന്ന തരത്തിലേക്ക് നമ്മുടെ മതചിന്തകളെ കൊണ്ടെത്തിക്കാൻ നമുക്ക് ആവുന്നില്ല. മനുഷ്യനെ സ്നേഹിക്കാൻ എല്ലാ വിഭാഗം ആളുകളും ദൈവസൃഷ്ടിയാന്നുള്ള ബോധ്യത്തിൽ പ്രവർത്തിക്കാൻ നമുക്കുമാവുന്നില്ല. ഇന്ത്യയിലെ ഭരണഘടന ഉറപ്പു നൽകുന്ന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ടുന്ന എല്ലാ വിഭാഗം ആളുകൾക്കും അതിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. അപ്പോ മതവിശ്വാസികളായ ആളുകൾക്ക് വർഗീയവാദികളാകാൻ കഴിയുമോ എന്നാണ് എന്റെ പ്രസക്തമായ ചോദ്യം. ഞാനൊന്ന് പറയും, ഇപ്പൊ എന്നെ പറ്റി നല്ലത് ഒത്തിരി പറഞ്ഞു വിൽസൺ സാർ, എനിക്ക് വലിയ സന്തോഷമാണ്. നല്ലത് ഒരാളെ പറ്റി കേൾക്കുന്ന എല്ലാവർക്കും സന്തോഷമല്ലേ? ഞാൻ തീർത്ത് പറയും, ഈ വലിയ ഈശ്വര വിശ്വാസവും പ്രാർത്ഥനയും, അത് പൂജകളാണെങ്കിലും പള്ളിപ്പോക്കാണെങ്കിലും ഇതൊക്കെ അനുഷ്ഠിക്കുന്ന ആളുകൾ നാട്ടിലെ അഴിമതിയുടെ കാര്യത്തിൽ ഒട്ടും പറയില്ലല്ല. ഈശ്വര വിശ്വാസം എന്നത് അർത്ഥവത്തായി ഉള്ളിൽ കുടികൊള്ളുന്ന ഒരാൾക്ക് അറിയാതെ തെറ്റുകൾ പറ്റാം, പക്ഷെ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റിന്റെ ഭാഗമാകാൻ കഴിയില്ല. ആ തെറ്റിന്റെ ഭാഗമാകുന്ന പൊതുപ്രവർത്തകർ മാത്രമല്ല, ഞാന് ആത്മീയ നേതാക്കളെ കൂടി ഉദ്ദേശിച്ചാണ് പറഞ്ഞത്. ഇടയ ശ്രേഷ്ഠരെ അടക്കം പലരും അറിഞ്ഞുകൊണ്ട് തെറ്റു പറയുകയും പല രൂപത്തിലുള്ള തെറ്റുകൾക്ക് വളം വെച്ചു കൊടുക്കുകയും തെറ്റുകാരെ സംരക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്നതിന്റെ ഉദാഹരണങ്ങൾ നമ്മുടെ ഒരു വെബിനാറിൽ അതിലേക്ക് പോകണ്ടായല്ലോ. അവർ ഈശ്വര വിശ്വാസികളാണോ? മതം നൽകുന്ന മൂല്യങ്ങൾ, ആധ്യാത്മിക ഭാവങ്ങൾ ഉൾക്കൊള്ളുന്നവരാണോ? ഞാൻ ചില ആളുകളുടെ കേസുകൾ, മതനേതാക്കളെ നമ്മുടെ ആളുകളുടെ കേസുകളൊക്കെ വക്കീലായപ്പോൾ നടത്തേണ്ടി വന്നിട്ട് ഈ വക്കീലിനോട് പോലും സത്യം പറയാത്ത അവസ്ഥ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കും, ഇവർക്ക് ഈശ്വര വിശ്വാസികളാണ്. അപ്പൊ ഈശ്വര വിശ്വാസത്തെ ഗൗരവമായി എടുക്കുന്ന, അല്ലെങ്കിൽ ഉള്ളിന്റെ ഉള്ളിൽ ഈശ്വര വിശ്വാസം കുടികൊള്ളുന്ന ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എല്ലാവർക്കും എത്തിച്ചേർന്നാൻ കഴിഞ്ഞാൽ മതേതരത്വത്തിന്റെ വെല്ലുവിളിയോട് അവസാനിക്കുക. അപ്പോ
മതാത്മകതയേക്കാൾ കൂടുതലായി ആത്മീയതയെ ഉൾക്കൊള്ളാൻ വേണ്ടിയുള്ള മനസ്സൊരുക്കമാണ് നമുക്ക് ഏറ്റവും പ്രധാനം. ആ ആധ്യാത്മികത ഉൾക്കൊള്ളുമ്പോഴാണ് കർമ്മനിരതരായിരിക്കാൻ, നന്മ ചെയ്യാനുള്ള താല്പര്യം വർദ്ധിക്കുന്നത്. ആത്മീയത ഉൾക്കൊള്ളുമ്പോഴാണ് മറ്റ് ചിന്താഗതിക്കാരുമായി ആശയവിനിമയം നടത്താനും അവരുടെ നന്മ സ്വീകരിക്കുവാനും നമ്മുടെ മനസ്സ് സജ്ജമാകുന്നത്. അതുകൊണ്ട് ഞാൻ പറയും, മതേതരത്വം സംരക്ഷിക്കപ്പെടുവാൻ ഏറ്റവും പ്രധാനമായി വേണ്ടത് എല്ലാവരും അവരുടെ ആധ്യാത്മിക ഭാവങ്ങളെ പ്രോജ്വലമാക്കി നിലനിർത്തുവാൻ കഴിയുന്ന രൂപത്തിൽ അർത്ഥവത്തായ ആത്മീയത ഉൾക്കൊള്ളുവാൻ മനസ്സൊരുക്കമുള്ളവരായി മാറും. നമ്മുടെ സഭയിൽ ഒരു നവീകരണ വേദി എന്നൊരു സംവിധാനം വളരെ സജീവമായി ഒരു കാലഘട്ടത്തിൽ, ഇന്ന് അത്ര സജീവമല്ല, ഉണ്ട്. അത് രൂപം കൊള്ളുന്ന സമയത്ത് ഞാനും അതിന്റെ ഭാഗമായിരുന്നു. അവിടെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയം ഫണ്ടമെന്റലിസം ആണോ ലിബറേഷൻ തിയോളജി ആണോ, ഏതാണ് ശരിയുടെ ഭാഗത്ത് നിൽക്കുന്നത്? അപ്പോ വലിയ ചർച്ചയുണ്ടായി. അവസാനം ഞങ്ങൾ ഡോക്ടർ എം എൻ തോമസിന്റെ ഒരു ആശീർവാദത്തോടെയാണല്ലോ ഒന്ന് കൂടും. അന്ന് കിട്ടിയ ഒരു വെളിച്ചം എന്ന് ഒരു ദർശനം എന്ന് പറയുന്നത്, ലഭിച്ചിരിക്കുന്ന വെളിച്ചത്തോട് നീതി പുലർത്തുക. ചിലർ അതിൻ്റെ അത് ലിബറേഷൻ തിയോളജി ശരിയെന്ന് വിശ്വസിക്കും. പക്ഷെ എന്താണ് നിങ്ങളുടെ ബോധ്യം? അതിനോട് നീതി പുലർത്തിയാൽ നിങ്ങളെ പൂർണ്ണതയിലേക്ക് നയിക്കാൻ പ്രാപ്തനായ ഒരു ദൈവത്തിലുള്ള വിശ്വാസം കൊണ്ട് നിലനിർത്തുക. ഇന്നത്തെ പ്രശ്നം അവരവരുടെ സൗകര്യത്തിനായും ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയും നമ്മുടെ അറിവിനെ, നമുക്ക് ലഭിക്കുന്ന വെളിച്ചത്തെ നമ്മൾ ദുർവ്യാഖ്യാനം ചെയ്യുകയാണ്. ആത്മീയതയെ നമ്മൾ ഉപയോഗിക്കുക. ആ ഒരു രീതിയിൽ നിന്ന് വ്യത്യസ്തപ്പെട്ട് അർത്ഥവത്ത ആത്മീയതയുടെ സത്യം അന്വേഷിച്ച് യഥാർത്ഥ മതവിശ്വാസികളായി മാറി മതേതരത്വത്തിന്റെ വക്താക്കളായി മാറുവാൻ നമുക്കാവണം. ഒരു രൂപത്തിലും മതപരമായ വികാരങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കുവാൻ വേണ്ടി അനുവദിച്ചു കൊടുക്കാൻ പാടില്ല. ഭൂരിപക്ഷ സമുദായമാണ് കൂടുതലായി ചെയ്യുന്നതെന്ന് പറയാം. അതിനനുകൂലമായ ഭരണ സംവിധാനങ്ങളുണ്ട്. പക്ഷെ എന്നാൽ പോലും അവിടെയെല്ലാം മനുഷ്യനെ കാണുന്ന വിശാലമായ കാഴ്ചപ്പാടിന് നാം ഒക്കെ സജ്ജരായി നിൽക്കണം എന്ന ഒരു ആശംസ, അല്ലെ ഒരു പ്രാർത്ഥന മാത്രം സമർപ്പിക്കുന്നു. ഇത്രയും വർഷങ്ങൾ ഫലകരമായി നടപ്പാക്കാൻ ശ്രമിച്ച എല്ലാവരെയും അനുമോദിക്കുകയും കൂടെ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം ഇവിടെ ഉപസംഹരിക്കാം. താങ്ക് യു മാത്യു ടി തോമസ് സാറ്. വളരെ അർത്ഥപൂർണമായ കാലിക പ്രസക്തമായ ഒരു പ്രഭാഷണമാണ് നടത്തിയത്. അതിനിടയിൽ ഒരു വാക്ക് പറഞ്ഞു, നിഷ്പക്ഷത നഷ്ടപ്പെടുത്തിയെന്ന് ലൈറ്റഡ് ടു ലൈറ്റൻകാർക്ക് ഒരു വിചാരം ഉണ്ടാകുമെന്ന ഒരു വാക്ക് പറഞ്ഞതിനെ ഞാനൊന്ന് എടുത്തു പറയട്ടെ. ഞങ്ങൾ ആരും നിഷ്പക്ഷരല്ല, നീതിയുടെയും ന്യായത്തിന്റെയും പക്ഷം ചേർന്ന് നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് നിഷ്പക്ഷനാകുക എന്ന് പറയുന്നതല്ല യഥാർത്ഥമായ ദൈവിക കാഴ്ചപ്പാട്. പക്ഷം ചെയ്ത് തന്നെ വേണം. നീതിയുടെയും ന്യായത്തിന്റെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും ഒക്കെ പക്ഷത്ത് തന്നെ നിൽക്കേണ്ടതായ ഒരു ചിന്തകളിൽ കൂടി ചിന്തിക്കുന്നവരാണ് ഞാൻ ഉൾപ്പെടെയുള്ള ലൈറ്റഡ് ടു ലൈറ്റഡിന്റെ ഭാരവാഹികള്. പറഞ്ഞ പ്രഭാഷണം അതിമനോഹരമായിട്ട്